പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒക്ടോബർ മാസം 27, 2025, തുലാം 10. മറിയത്തോളം വളരണമെങ്കിൽ എത്രത്തോളം യാത്ര ചെയ്യണം? വളരെ ഗഹനമായ എന്നാൽ ലളിതമായ ഒരു ചോദ്യമാണ് ഞാൻ ഏവരുടെയും മുമ്പിൽ വെച്ചത്. അടുത്തൊരു വാക്കിതാണ്: ഒരു കാരണവശാലും നമ്മൾ മറിയമാകാൻ പരിശ്രമിക്കരുത്. നമ്മളായിത്തീരുക. നമ്മളാരും സെൻറ്റ് സ്റ്റീഫനാകാൻ പരിശ്രമിക്കരുത്. സ്തേപ്പാനോസ് ആവാൻ പരിശ്രമിക്കേണ്ട. നിങ്ങളാകുക. നിങ്ങളാരും രക്തസാക്ഷികളാകാൻ പരിശ്രമിക്കരുത്. നമ്മളാകുക. നമ്മൾക്ക് ചില ചൂണ്ടുപലകകളും ചില അടയാളങ്ങളും വല്ലപ്പോഴുമൊക്കെ തരും. ഈ അടയാളങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വിളി മാത്രമാണ് അടയാളങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് എൻ്റെ വിരൽ തൊട്ട് നോക്കുകയും അവൻ്റെ മുറിവുകൾ കാണുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തോമസ് പറയുമ്പോൾ, തോമസിനൊരിക്കലും ദിദിമോസിനൊരിക്കലും യേശുക്രിസ്തു ആകണം എന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. നൺ ഓഫ് ദ ഡിസൈപ്പിൾസ് വെയർ ഇൻ നീഡ് ടു ബിക്കം ക്രൈസ്റ്റ്. ആരോടും ക്രിസ്തു ആകാനും പഠിപ്പിച്ചിട്ടില്ല. പരിശുദ്ധ ദൈവമാതാവ് ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുമ്പോൾ പഴയ നിയമത്തെ അനുസരിക്കുന്ന ഒരമ്മ അവിടെ കാണാൻ സാധിക്കും. പഴയ നിയമത്തെ കടിഞ്ഞൂൽ പുത്രന്മാരെ ദൈവത്തിന് സമർപ്പിക്കണം. ചങ്ങാലികളെയോ ഒരു ജോഡി പ്രാവൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പണത്തിനായിട്ട് കൊടുക്കണം. പരിശുദ്ധ അമ്മ പഴയ നിയമത്തിൽ അഗാധമായി വിശ്വസിക്കുകയും പഴയ നിയമം ഉൾക്കൊള്ളുകയും ചെയ്ത വ്യക്തിയാണ്. അതായത് മറിയത്തിൻ്റെ അടിസ്ഥാനം യഹോവയുടെ ചിന്താഗതികൾക്കകത്തും പ്രവാചകന്മാരുടെ പഠനാത്മകമായ യാത്രയ്ക്കകത്തും അവരുടെ ധീരമായ മൂന്നലിനകത്തും ആഴ്ന്നിറങ്ങിയതായിരുന്നു എന്ന് മനസ്സിലാക്കണം. ആദ്യം മുതൽ ഹോസിയ വരെ, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ വൃന്ദം മുഴുവൻ, അവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, പഴയ നിയമം ഒരിക്കലും സ്ത്രീകളെ മാറ്റി നിർത്തുന്നില്ല. റൂത്തിനെ നിങ്ങൾക്കെടുക്കാം. റൂത്തിനെ മാത്രമല്ല, യൂദിത്തിനെ എടുക്കാം. മക്കുബായരുടെ പുസ്തകത്തിൽ വിളങ്ങിത്തിളങ്ങി നിൽക്കുന്ന ചിലർക്കൊക്കെ മക്കുബായരുടെ പുസ്തകം ഇല്ലായ്മ എന്ന് പറയുന്നത് കൊണ്ട് ശൂന്യത എന്നല്ല അർത്ഥം. ഇല്ലായ്മ ശൂന്യതയല്ല. നമുക്ക് ഇല്ലായ്മ തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യും? അത് നമുക്ക് കണ്ടെത്തുക. അപ്പോൾ അവിടെയെല്ലാം പഴയ നിയമത്തിൽ സ്ത്രീ സ്ഥാനത്വത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്. സോളമൻ പോലും തൻ്റെ സകല ജ്ഞാനങ്ങളെക്കാൾ, അതായത് ശേബാരാജ്ഞിയെക്കുറിച്ച് പറയുന്ന ഒരു പരാമർശമുണ്ട്. ഇതൊക്കെ ഞാൻ വീണ്ടും ദിവസങ്ങളിൽ എടുക്കുന്നുണ്ട്. ശേബാരാജ്ഞിയുടെ പരാമർശമുണ്ട്. ഇങ്ങനെ പഴയ നിയമത്തിൽ ഒരുപാട് സ്ത്രീകളെ മാനിച്ചും ബഹുമാനിച്ചും കണ്ടിട്ടുള്ള യഹോവയുടെ ചിന്താഗതികൾ എന്ത് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് പരിശുദ്ധ കന്യകമറിയം എന്ന് ഞാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഏത് കന്യകയും ആഗ്രഹിച്ചിരുന്നു ഈ പ്രസവം? ഏത് കന്യകയും ആഗ്രഹിച്ചിരുന്നു ഈ പുത്രന് ജന്മം നൽകാൻ എന്ന് എനിക്ക് തോന്നുള്ളൂ. ഒരു ലോട്ടറി എടുത്താൽ അടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരില്ലെങ്കിലും പിറ്റേ ദിവസം ഒരു 50% ആളുകളെങ്കിലും പത്രം എടുത്ത് ഈ ലോട്ടറി അടിച്ചു നോക്കും. ഇത് തന്നെയാണ് യഹൂദ സംസ്കാരത്തിലെ ഏത് സ്ത്രീയും ആഗ്രഹിച്ചിരുന്നു. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അത് തന്നിലൂടെ നിറവേറുമെന്ന് പരിശുദ്ധ മറിയം ഒരിക്കലും നേരത്തെ ചിന്തിച്ചിരുന്നില്ല. പ്രീഡെസ്റ്റിനേഷൻ ഓഫ് ഗോഡ് എന്നുള്ള സംഭവത്തിലേക്ക് ഞാൻ ചർച്ച ചെയ്ത് പോകുന്നില്ല. അത് വേറൊരു ദൈവശാസ്ത്ര വിഭാഗമാണ്. ഞാൻ ഇത് ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് മറിയത്തോളം ഉയരണമെങ്കിൽ ഇനി എത്രത്തോളം യാത്ര ചെയ്യണമെന്നതൊന്ന് ആഴമായി ചിന്തിക്കുന്നത് നല്ലതാണ്. മറിയത്തിൻ്റെ ഗുണഗണങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നേക്കാൾ വാചാലമാകും. ഇനിയും മറിയത്തിൻ്റെ ഗുണഗണങ്ങളെക്കാൾ കൂടുതൽ മറിയത്തിൻ്റെ ഗുണം എന്നത് എപ്പോഴും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. എന്തെങ്കിലും നന്മയാൽ മറ്റൊരാൾ പരിപോഷിക്കപ്പെടുന്നുവെങ്കിൽ അവിടെ കണ്ണ് നനയാതെ പ്രവർത്തിച്ചതാണ്. നിസ്വാർത്ഥതയാണ് ഉണ്ടായിരുന്നത്. കണ്ണ് നനയാതെ പ്രവർത്തിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യം. മനം നോവാതെ കൊടുക്കുക. നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചിന്തിക്കുക.
അതൊക്കെ മറിയത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ലോകം മുഴുവൻ തന്നെ കല്ലെറിഞ്ഞാലും ദൈവമാണല്ലോ പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ട് തൻ്റെ ബയോളജിക്കൽ എക്സിസ്റ്റൻസ്, അതായത് ജൈവപരമായ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകാവുന്ന വ്യതിയാനം സമൂഹം കണ്ടുപിടിക്കുകയും തന്നെ ഏത് തരത്തിൽ മുദ്രകുത്തും എന്ന് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടി പറയുകയാണ്, ഓക്കെ ഞാൻ സമ്മതിക്കുന്നു. കാരണം എന്താണ്? ലോക ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം തന്നിൽ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, എന്ന് വെച്ചാൽ കോട്ട മതിലുകൾ നിൻ്റെ മുമ്പ് ഉയർത്തപ്പെട്ടാലും ദൈവമാണ് നിൻ്റെ മുകളിൽ നിൽക്കുന്നതെങ്കിൽ അതിനെ കോട്ടമതിലുകളെ താർത്തുകൊണ്ട് നിനക്ക് മുന്നോട്ട് വരാനുള്ള ശക്തി കിട്ടുമെന്ന് മറിയം ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മറിയത്തോളം ഉയരണമെങ്കിൽ എത്രത്തോളം വളരണം, അല്ലെങ്കിൽ എത്രത്തോളം യാത്ര ചെയ്യണം. കാരണം മറിയം അഗാധമായ വിശ്വാസത്തിൻ്റെ പെരുമയായിരുന്നു. ഉൾക്കടലിൽ ഒതുക്കി വെക്കാൻ സാധിക്കാത്ത ആഴക്കടലിൻ്റെ ഹൃദയത്തുടിപ്പായിരുന്നു. 1000 സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് വന്നാലും നഷ്ടപ്പെടാത്ത പ്രകാശത്തിൻ്റെ ഉദ്ദീപനമായിരുന്നു. നാളിതുവരെ രക്തസാക്ഷികളായിട്ടുള്ളവർക്കും, നാളിതുവരെ കന്യാസ്ത്രീ മഠത്തിലിരിക്കുന്നവർക്കും, നാളിതുവരെ പൗരോഹിത്യത്തിലിരിക്കുന്നവർക്കും എന്നും പ്രചോദനമായിരുന്നു പരിശുദ്ധ ദൈവമാതാവ്. പരിശുദ്ധ ദൈവമാതാവ് വിശുദ്ധ വചനമെടുത്തവർക്ക് മാത്രമല്ല, ആ അമ്മയിൽ ആശ്രയം പ്രാപിച്ചുകൊണ്ട് ആരൊക്കെ അമ്മയിൽ സമർപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടോ, ജാതി മതഭേദമെന്നേ എല്ലാവർക്കും ഒരു തുണയാണ്. അപ്പോൾ ഇനി എത്രത്തോളം യാത്ര ചെയ്യണം മറിയത്തോളം എത്താൻ? ആരും മറിയമാകണ്ട, യാത്ര അവസാനിപ്പിക്കുകയും വേണ്ട. നല്ല ദിവസം. ജോൺസൺ കരൂർ.